ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്തിരുന്ന ആ വെഡ്ഡിങ് ഡേ ഇവിടെ എത്തിയിട്ടോ. അപ്പോൾ ഞാൻ രാവിലെ തന്നെ ധാവണയെ കൊടുത്ത് സെറ്റായി നിൽക്കുന്നുണ്ട്. അതിന് മുമ്പത്തെ വീഡിയോസ് ഒന്നും എനിക്ക് ഇടാൻ പറ്റിയില്ല കേട്ടോ, കാരണം ആ ഒരു തിരക്കിലായിപ്പോയി. ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യണതിൻ്റെയൊക്കെ ആ ഒരു തിരക്കിലൊക്കെ ആയിപ്പോയി. അപ്പോൾ ഇനി മാലയും പൂവൊക്കെ ഇടാൻ്റെ അപ്പോഴത്തേക്ക് അമ്മ വന്നു. അപ്പോൾ മാലയൊക്കെ ഇട്ടു, പിന്നെ പൂവൊക്കെ വെച്ച് സെറ്റ് ചെയ്തു കേട്ടോ. അപ്പോൾ അതേ പ്രദീപ് വച്ചസിന് ഇവിടെ ഞങ്ങൾ ചായ കുടിച്ചില്ലേന്ന് ചോദിച്ച് വച്ചെടുത്തുകൊണ്ടിരിക്കുകയാണ്. കാരണം കുറേ നേരമായി ഞങ്ങളെ വിളിക്കുന്നു, ഞങ്ങൾ ഇതുവരെ അങ്ങോട്ട് പോയില്ല കേട്ടോ. അപ്പോൾ അതിനുശേഷം ഇവിടെ ഫോട്ടോഗ്രാഫിയൊക്കെ സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. അപ്പോൾ ഇതാണ് ധനുചേച്ചിയുടെ ആദ്യത്തെ ലുക്ക്. ഇത് താലികെട്ടിൻ്റെ സമയത്തുള്ള ലുക്കാണ്. പിന്നെ ഞങ്ങൾ വേഗം ചായയൊക്കെ കുടിച്ച് വണ്ടിയിൽ കയറി പോവാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളാണ് വൈകിയെന്നാണ് ഈ പറയുന്നത്. അപ്പം നമ്മൾ അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ വന്നിട്ട് ചുമ്മാ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടി ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. ഞാൻ എന്തൊക്കെയോ പറയുന്നുണ്ട്, അതെന്താണെന്ന് എനിക്കിപ്പോൾ ഒന്നും ഓർമ്മയില്ല. പക്ഷേ ഫോട്ടോ എടുക്കാനാണ് നമ്മളവിടെ വന്ന് നിന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ താലികെട്ടിൻ്റെ അവിടേക്ക് പോയി. പക്ഷെ താലി കെട്ടണ വീഡിയോ എനിക്ക് കിട്ടിയിട്ടില്ല കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇതിപ്പോൾ മാലയൊക്കെ വെച്ചിട്ടുള്ള ആ ഒരു സംഭവം, ഒരു ഫോട്ടോ ഒക്കെ എടുക്കുന്ന ഒരു സംഭവമാണ് കേട്ടോ കിട്ടിയേക്കുന്നത്. അപ്പോൾ അതേ നമ്മൾ താലികെട്ടൊക്കെ കഴിഞ്ഞ് ഓഡിറ്റോറിയത്തിലേക്ക് വന്നു. അമ്പലത്തിൻ്റെ തൊട്ടടുത്ത് തന്നെയായിരുന്നു ഓഡിറ്റോറിയം. ഇവിടെ തന്നെയാണ് എൻഗേജ്മെൻറ്റ് നടന്നത്. അപ്പോൾ എൻ്റെ മുമ്പത്തെ വീഡിയോയിൽ ഇത് കണ്ടിട്ടുണ്ടാകും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് എല്ലാവരും അവിടേക്ക് വന്നു. കാരണം ചെറുക്കനെയും പെണ്ണിനെയും സ്വീകരിക്കുന്നതിന് മുമ്പായിട്ട് അവിടെ കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആദ്യം വിളക്ക് കൊളുത്താനുണ്ടായിരുന്നു, പിന്നെ അങ്ങനത്തെ പറ നിറയ്ക്കൽ, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ അവിടെ. അപ്പോൾ എല്ലാവരും അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനിയും വെഡ്ഡിങ്ങിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ ചിലപ്പോൾ വോയിസ് ഓവർ ചെയ്യില്ല, അങ്ങനെ തന്നെ ആ മ്യൂസിക്കിൽ കേൾക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. അതല്ലേ നമുക്ക് ആ കല്യാണം കണ്ടതിൻ്റെ ഫീലൊക്കെ വരാൻ പറ്റുള്ളൂ.
പെണ്ണിനെ എടുക്കുമ്പോഴാണ് സാധനം. ആരെങ്കിലും ഉണ്ടാവോ? വേറെ 4 പേരല്ലേ? അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ചേച്ചി വന്നു കേട്ടോ. അപ്പോൾ ചേച്ചീനെ അവിടേക്ക് ഇരുത്താണ്. ഇത് എല്ലാവരും ചെറുക്കനും പെണ്ണിനും എന്താ പറയുക പാലും പഴവും കൊടുക്കുന്നൊരു ചടങ്ങാണ് കേട്ടോ. അപ്പോൾ ആ സംഭവമാണിത്. ഇപ്പം അമ്മയാണ് കൊടുക്കണേ. അങ്ങനെ ഓരോ ചെറിയമ്മമാരൊക്കെയാണ് ബാക്കിയുള്ളത്. അപ്പോൾ അവരൊക്കെ കൊടുക്കുകയാണ്. അപ്പോൾ ഇവരുടെ എല്ലാവരുടെയും ഒരുപോലത്തെ സാരി കേട്ടോ. അപ്പോൾ ഇവർ ഒരുപോലെ ഒന്ന് ഫോട്ടോ ഒക്കെ എടുക്കുകയാണ് കേട്ടോ. പിന്നെ നമ്മൾ ഓരോ ഫാമിലി ആയിട്ടും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ വലിയ ഫാമിലി ആയിട്ടൊക്കെ നിന്ന് ഫോട്ടോ ഒക്കെ എടുത്തു. ഈ ഫോട്ടോ എടുക്കാൻ കുറേ കഷ്ടപ്പെട്ടു കേട്ടോ. കാരണം ഓരോ ആൾക്കാരെ വിളിച്ച് വരുമ്പോഴേക്കും ഓരോ ആൾക്കാർ പോകും. അപ്പോൾ അതിൻ്റെ കുറച്ച് ഇതൊക്കെയായിരുന്നു. അത് കഴിഞ്ഞിട്ട് കുറേ നേരത്തിന് ശേഷം ഞങ്ങൾ ഫോട്ടോ ഒക്കെ എടുത്തു. പിന്നെ അങ്ങനെ ഞങ്ങൾ ചുമ്മാ ഇങ്ങനെ വെറുതെ ഇരിക്കുകയായിരുന്നു ഫാനിൻ്റെ അടിയിൽ. അത് കഴിഞ്ഞിട്ട് പോയി ഫുഡ് കഴിക്കണം. അപ്പോൾ ഫുഡ് കഴിക്കാൻ അവിടെ സ്ഥലം ഉണ്ടായില്ല. അപ്പോൾ ഇങ്ങനെ ചുമ്മാ കുറച്ച് നേരം അവിടെ ഇരുന്ന് അപ്പോൾ അവിടെ പാട്ടൊക്കെ പാടുന്നുണ്ടായി. അപ്പോൾ അതിൻ്റെ വീഡിയോ ജസ്റ്റ് ഒന്ന് എടുത്തതാണ്. പിന്നെ അങ്ങനെ ഫുഡ് കഴിക്കാനിട്ട് അപ്പോൾ എൻ്റെ ഈ എക്സ്പ്രഷൻ കാണാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ മുടിയൊക്കെ ചീത്തയായി പോയി. മുടിയൊക്കെ പുറത്തോട്ട് വന്നു. അതിൻ്റെ വിഷമത്തിൽ ഞാൻ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ എന്നിട്ട് ഇതേ ഫുഡ് കഴിക്കാനിരിക്കുകയാണ്. പിന്നെ ദേ ചേച്ചി ഇറങ്ങാൻ നിൽക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ യാത്ര പറയാനൊക്കെ നിൽക്കുകയാണ്. അപ്പോൾ ആദ്യം തന്നെ ചേച്ചി ചേച്ചിയുടെ വീട്ടിലേക്ക് തന്നെയാണ് പോകുന്നത്. എന്നിട്ട് അവിടെ നിന്ന് ഇറങ്ങിയിട്ടാണ് ചേട്ടൻ്റെ വീട്ടിലേക്ക് പോകുന്നത്. അപ്പോൾ ദേ യാത്ര പറയാണ് കേട്ടോ. എന്നിട്ട് നമ്മളൊക്കെ ടാറ്റാ ബൈ ബൈ ഒക്കെ പറഞ്ഞ് തിരിച്ചു പോവാണ്. ചേച്ചി വീട്ടിൽ കയറണ സമയത്തേക്ക് ഞങ്ങൾക്ക് എത്താൻ പറ്റിയില്ലായിരുന്നു. കാരണം ഞങ്ങൾ ഒരുപോലത്തെ സാരി ഉള്ളവരെ കൊണ്ട് ഫോട്ടോഗ്രാഫേഴ്സ് ഫോട്ടോ ഒക്കെ എടുപ്പിക്കുകയായിരുന്നു. അത് കഴിഞ്ഞ് ചേച്ചി ഇത് ഇറങ്ങാൻ കേട്ടോ. ബൈ ബൈ ചേച്ചി കരയൊരു ചടങ്ങിനെങ്കിലും കരയും.
അങ്ങനെ ദേ ചേച്ചി പോയിട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ വൈകുന്നേരം ഇന്ന് ചേട്ടൻ്റെ വീട്ടിൽ റിസപ്ഷൻ ഉണ്ട്. അപ്പോൾ അവിടേക്ക് നമ്മൾ പോകുന്നുണ്ട്. അപ്പോൾ ചേച്ചി ദേ ഇപ്പോൾ പോയി. ഞങ്ങൾ എന്നിട്ട് റിസപ്ഷന് പോയിട്ട് ഒരു 5 മണി ആയപ്പോഴേക്കും അപ്പം ഞങ്ങൾ കിടന്ന് ഉറങ്ങി. പിന്നെ എല്ലാം പെട്ടെന്നായിരുന്നു റെഡിയായി. അപ്പോൾ അതിൻ്റെ വീഡിയോസൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ലായിരുന്നു. അപ്പോൾ അതേ റിസപ്ഷൻ എത്തിക്കഴിഞ്ഞിട്ട് അവിടെ കേക്ക് കട്ടിംഗ് ഒക്കെ ആയിരുന്നു. അപ്പോൾ രണ്ടുപേരുടെയും കേക്ക് കട്ടിങ് ചെയ്യായിരുന്നു കേട്ടോ. ആൻഡ് ഈ ചേച്ചിയുടെ ഡ്രസ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. കാരണം ചേച്ചി പൊതുവെ ഇങ്ങനത്തെ ടൈപ്പൊന്നും അങ്ങനെ ഇടാറില്ല. ഒരു പുതിയ ലുക്കായിരുന്നു, പക്ഷെ നല്ല ഭംഗിയുണ്ടായിരുന്നു. അപ്പോൾ നല്ല രസമായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് എല്ലാവർക്കും കേക്കൊക്കെ കൊടുത്തു. പിന്നെ അവിടെ വയലിനൊക്കെ വായിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഈ ചേച്ചി നല്ല സൂപ്പറായിട്ട് വയലിൻ വായിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് ഇപ്പോൾ ഇതേ ഐസ്ക്രീം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് വിഷമം എന്താണെന്ന് വെച്ചാൽ ഈ ഡ്രസ്സിൻ്റെ ഒരു ഫോട്ടോ പോലും ഞാൻ എടുത്തില്ല കേട്ടോ. അപ്പോൾ ദേ ഇങ്ങനെ ഐസ്ക്രീമൊക്കെ കഴിച്ച് ഓരോ പരിപാടിയൊക്കെ കണ്ടിരിക്കുകയായിരുന്നു. ഇത് ചേട്ടൻ്റെ ഫ്രണ്ട്സാണ് കേട്ടോ ഈ ഡാൻസ് കളിക്കുന്നത്. അപ്പോൾ അവരുടെ ഡാൻസ് കുറച്ച് നേരം കണ്ടു. പിന്നെ ഫാമിലി കസിൻസൊക്കെ ഡാൻസ് കളിച്ചു. അത് കാണാൻ പറ്റില്ല. ഞങ്ങളപ്പോൾ ഫുഡ് കഴിക്കുകയായിരുന്നു. അതിന് ശേഷം നമ്മൾ വീട്ടിലെത്തി. വന്നിട്ട് നമ്മൾ എന്താ പറയുക, കാറിലേക്ക് സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് കൊച്ചച്ഛനൊക്കെയാണ് കൊണ്ടുവന്നാക്കിയത്. അപ്പോൾ വീട്ടിലേക്ക് വന്ന് കൊണ്ടുവന്നാക്കി തിരിച്ചു പോവാണ് കേട്ടോ. ഗൈസ്, അപ്പോൾ പരിപാടിയൊക്കെ കഴിഞ്ഞു. ഒരു 2 ദിവസത്തിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞു. കല്യാണം കഴിഞ്ഞു. ഇപ്പോൾ റിസപ്ഷൻ കഴിഞ്ഞ് ഞാൻ വീട്ടിലെത്തി. അപ്പോൾ ഈ വീഡിയോ ഒരു കല്യാണ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇത് എത്രത്തോളം എന്തൊക്കെ എടുത്തിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. ഞാൻ എഡിറ്റ് ചെയ്യുമ്പോഴായിരിക്കും അറിയാം. കാരണം മിക്കതും ഇതിനകത്ത് എടുത്തിട്ട് എൻ്റെ ചേട്ടനാണ്. അപ്പോൾ ഇനി എനിക്ക് എഡിറ്റ് ചെയ്യുമ്പോൾ വേണം നോക്കാൻ ഏതൊക്കെ പാർട്ട് ഉണ്ടെന്ന്. അപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ വീഡിയോ. അപ്പം അങ്ങനെ കല്യാണം കഴിഞ്ഞു. ഞങ്ങൾ കുറേ നാളായിട്ട് വെയിറ്റ് ചെയ്തിരുന്ന കല്യാണമായിരുന്നു. അപ്പോൾ എല്ലാം അടിപൊളിയായിട്ട് കഴിഞ്ഞു. ഇപ്പോൾ റിസപ്ഷനും കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു വന്നു. ഇപ്പോൾ സമയം എത്ര മണി? 1 മിനിറ്റ്, 9 മണി കഴിഞ്ഞു കേട്ടോ. ഇപ്പോൾ വന്നോളൂ. പിന്നെ നമുക്ക് വേഗം ഡ്രസ്സൊക്കെ മാറ്റി ഇനി ഒരു സുഖ ഉറക്കം നിർബന്ധം. അപ്പോൾ ഇത്രയുള്ള വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമാണെങ്കിൽ ലൈക്ക്, ഷെയർ, കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. അപ്പം ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ടാറ്റാ, ബൈ ബൈ.